കണ്ടോ, ഇതാണ് കേട്ടോ എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. രാവിലെ ഞാൻ ക്ലീൻ ചെയ്തിടും, ഉച്ച കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഇതേ അവസ്ഥയിലാവും. 2-3 ദിവസമായി ഞാനൊരു ഡീപ്പ് ക്ലീൻ പ്ലാൻ ചെയ്യുന്നു റൂമൊക്കെ. ഞാൻ ലൂക്കായോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നേ റൂമൊന്ന് ക്ലീൻ ചെയ്യാൻ പോകുമെന്ന്. അവൻ അപ്പോഴത്തേക്ക് അവിടെ എത്തി വാർഡ്രോബൊക്കെ തുറന്ന് അതിൽ സാധനമൊക്കെ വലിച്ചിടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറകെ ഇസക്കുട്ടിയുണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. ഇത് ഞാൻ 2 ദിവസം മുന്നേ ക്ലീൻ ചെയ്ത് വെച്ച എൻ്റെ വേറൊരു വാർഡ്രോബാണ്. റൂമിൽ 2 വാർഡ്രോബുണ്ട്. അപ്പോൾ ആ സൈഡിലുള്ളതൊക്കെ കുറച്ച് തുണിയൊക്കെ കേട്ടോ, എപ്പോഴും യൂസ് ചെയ്യാത്ത എൻ്റെ കുറച്ച് ഹെവി ആയിട്ടുള്ള, മീൻസ് അത്ര ഹെവി ഒന്നുമില്ല, സാരികളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതൊന്നും വേറെ അങ്ങനെ മാറ്റി വയ്ക്കാനുള്ളൊരു സ്പേസ് ഇല്ല. ഈ റൂമെന്ന് പറഞ്ഞാൽ ഈ റൂമിൽ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട കുറേ സാധനങ്ങൾ ഈ റൂമിൽ തന്നെ ഉണ്ട്. അതൊന്നും ഒതുക്കി വയ്ക്കാൻ പാകത്തിന് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഒതുക്കി വയ്ക്കുന്നുണ്ട്. ഡ്രസ്സുകളുടെ ശേഖരമാണ് കുറേ. എൻ്റെ അല്ല കേട്ടോ, എൻ്റെ കുറച്ചുള്ള പിള്ളേരുടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇടാൻ നോക്കും പക്ഷെ ഒന്നും കാണത്തുമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ എത്രത്തോളം വേണമെങ്കിലും നമുക്ക് അടുക്കി വെക്കാൻ പറ്റും. ഈ ഡ്രസ്സിൻ്റെ കാര്യമാണ് ഭയങ്കര ബുദ്ധിമുട്ട്. കണ്ട എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന കേട്ടോ അവൾക്ക് ഞാനിങ്ങനെ ടോയ്സൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ബെഡിലിരുത്തിയതായിരുന്നു. താഴത്തേക്ക് ഇറങ്ങി വന്നാൽ ഞാൻ മടക്കി വെച്ച തുണിയെല്ലാം അവൾ മാറ്റിക്കളയും. അത് അവളുടെ പ്രധാനപ്പെട്ടൊരു ഹോബിയാണെന്ന് വേണേൽ പറയാം. ഒരാവേശത്തിന് ഞാൻ ആ വാർഡ്രോബിലെ പിള്ളേരുടെ ഡ്രസ്സെല്ലാം കൂടെ താഴത്തേക്ക് ഇട്ടു. ഒന്നിച്ച് അങ്ങ് മാറ്റിയിട്ടിട്ട് എല്ലാം മിക്സായിട്ട് കിടക്കുന്നത് 2 പേരുടെയും. അപ്പോഴത്തേക്ക് അതൊന്ന് വേർതിരിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാം അങ്ങോട്ട് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. ലൂക്ക എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന പോലെ ഇസക്കുട്ടിയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറുന്നുണ്ട്. എനിക്ക് ഇരട്ടി പണിയാണ് തരുന്നത്. ഈ പണി എങ്ങനെ തീരുന്ന് കണ്ടറിയാം കേട്ടോ. ഞാൻ ഈ ഡ്രസ്സൊക്കെ അധികം ഈ ഇങ്ങനത്തെ ഓർഗനൈസറിലാട്ടോ വയ്ക്കുന്നത്. ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് എനിക്ക് ആരോ കോമെൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക് തരാമോ. അങ്ങനെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സാധനം കേട്ടോ. ഒരുപാട് ഡ്രസ്സ്, ഒരുപാട് കാര്യങ്ങൾ. ഈ പിള്ളേരുടെയൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ ഡ്രസ്സൊക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ വാർഡ്രോബിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ പിന്നെ ഓരോന്ന് എടുക്കുമ്പോഴത്തേക്കും മൊത്തം അങ്ങ് പോകും. അപ്പോൾ ഞാനിങ്ങനെ ഇതിനകത്ത് കയറ്റി വയ്ക്കുമ്പോഴത്തേക്കും അത്ര വിഷയമാവുന്നില്ല കേട്ടോ. നന്നായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. മറ്റേ വാർഡ്രോബ് മീൻസ് അലമാരയിലും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ഇതിപ്പോൾ ഞാൻ ലൂക്കാൻ്റെ അടുത്ത് പറയണേ എന്തോരം ഡ്രസ്സാണ് നിനക്ക്, പക്ഷേ ഇടാൻ നേരത്തെ ഒറ്റ ഒരെണ്ണം ഉണ്ടാകത്തില്ല. സത്യമായിട്ടില്ല അവൻ്റെ കാര്യത്തിൽ. എന്നിട്ട് ഞാൻ ഇപ്പം മിന്ത്രയിൽ ഒരു സെയിൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഇഷ്ടം പോലെ ഡ്രസ്സുണ്ട്. ഇനിയിപ്പോൾ എന്തിനാണ് വാങ്ങിക്കുന്നത് ലൂക്ക, നമുക്കിനി വേറെ മേടിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇത്ര ആയപ്പോൾ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ മടുത്തു. എൻ്റെ ഈ തീരുമാനം വളരെ തെറ്റായിപ്പോയോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കാരണം ഇവരെ വെച്ചുകൊണ്ട് ഈ ക്ലീനിങ് ഭയങ്കര ടഫാണ്. ഒരു 5 മിനിറ്റും കൊണ്ട് ചെയ്യേണ്ട കാര്യമൊക്കെ ഇവരെ വെച്ചിട്ടൊരു 10-20 മിനിറ്റ് എടുക്കും ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ചെറിയ കരച്ചിലും ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ അടിപിടി എല്ലാം സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല ടൈം എടുക്കും. പിന്നെ കാലാവസ്ഥ ഭയങ്കര പ്രശ്നം കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടാണ്. കഴിഞ്ഞ ദിവസം ഒരു മഴ പെയ്തായിരുന്നു ഉച്ചയ്ക്ക് ശേഷം. അതുകൊണ്ട് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും വീണ്ടും നല്ല ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. നമ്മൾ മേലൊക്കെ ഇങ്ങനെ പൊള്ളുന്ന പോലത്തെ ചൂടാണ്. ചിലയിടത്തൊക്കെ നല്ല മഴയാണെന്ന് കേൾക്കുന്നത്. എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ നല്ല മഴയാണ്, അപ്പോൾ തണുപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഭയങ്കര ചൂടാണ്. പൊതുവെ ഇവിടെ നല്ല മഴ പെയ്യാറുള്ളതാണ്. ഞങ്ങളില്ലാത്തപ്പോൾ ഒക്കെ അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ വന്ന പിന്നെ അങ്ങനെ നല്ല മഴയൊന്നും പെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടാണോ ഇനി മഴയൊന്നും പെയ്യാത്തത്? നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്? പിന്നെ ഈ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് മടുക്കുമല്ലോ വേർത്ത്. അപ്പം ഞാൻ ഈ ലൈറ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചൂട് ഒന്നും പറയാൻ വയ്യ. എത്ര വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തീർത്താൽ മതിയെന്നേ ഉള്ളൂ കേട്ടോ. ഡീപ്പ് ക്ലീൻ എന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തത്തിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, തുടച്ച് എല്ലാം ശരിയാക്കണമെന്നുണ്ടായിരുന്നേ. പക്ഷേ പറ്റുന്നില്ല. ഈ കാലാവസ്ഥയുടെ പ്രശ്നം കേട്ടോ. മഴയൊക്കെ ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു, മെല്ലെ ചെയ്തതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇവരെയും കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഡിസിഷൻ ഭയങ്കര തെറ്റായി പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് ചെയ്യാൻ നല്ല കുറച്ച് ടൈം എടുക്കുമല്ലേ. പക്ഷേ ഇവരില്ലാതെ നടക്കില്ല. റൂമിൽ എന്തായാലും വരും ചെയ്യും. ഡോർ അടയ്ക്കാനും പറ്റില്ല. 2 പേരും ഡോറിൽ വന്നിട്ട് നല്ല തട്ടായിരിക്കും. അങ്ങനെ ഇവരെയും കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അറിയില്ല എപ്പോൾ തീരുന്നൊന്നും. ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയതാണ് കേട്ടോ. 2:30 ആയപ്പോൾ തുടങ്ങിയ കാര്യമാണ്. ഇതിന് എപ്പോൾ തീരുന്ന ഒരു ഐഡിയയും ഇല്ല. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇരിക്കാനേ സമയമില്ല. ഇവർ ഉറങ്ങുന്നോടെ വരെ ഇവരുടെ പല കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നല്ലോ. കുളിപ്പിക്കലും ഫുഡ് കൊടുക്കൽ അങ്ങനെ തുടങ്ങും ഓരോ പരിപാടികൾ.
അപ്പം ഉച്ച കഴിഞ്ഞാൽ മീൻസ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ തീരെ സമയം കിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ എല്ലാം തീർക്കണം എന്നുണ്ട്. ഈ ഡ്രസ്സ് ഒന്ന് അടുക്കി വെക്കുന്നതാണ് ഭയങ്കര പ്രശ്നം. എനിക്ക് ഷർട്ടൊക്കെ മടക്കി വെക്കാൻ ഭയങ്കര മടിയാണ്. കാരണം അതൊരു ചെറിയ പണിയുള്ള കാര്യമാണുള്ളത്. എന്ന് വെച്ചാൽ അത് നല്ല ബട്ടണൊക്കെ വെച്ച് നല്ല നീറ്റാക്കി വെച്ചാലേ അത് നല്ല വൃത്തിയായിരിക്കത്തുള്ളൂ. ഞാൻ കുറേ ഷർട്ടൊക്കെ നല്ല നല്ല രീതിയിൽ മടക്കിയൊക്കെ വെച്ചതായിരുന്നേ. പിന്നെ പാക്കിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്തിട്ട് എൻ്റെ വാർഡ്രോബ് മൊത്തം അലങ്കോലമായിപ്പോയത്. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊരു ക്ലീൻ ചെയ്യാറുള്ള വാർഡ്രോബൊക്കെ, അതുകൊണ്ട് അങ്ങനെ പ്രശ്നമാവാറില്ല. പക്ഷെ ഇങ്ങനെ പാക്കിംഗ് ഒക്കെ നടക്കുമ്പോഴത്തേക്കും അതും ഇതും ഓരോന്നൊക്കെ എടുത്ത് പെറുക്കി അങ്ങനെ എല്ലാം അങ്ങനെ അടുക്കി വെച്ചെല്ലാം മാറിപ്പോവും. അതാ പ്രശ്നം വരുന്നത്. ഇതിപ്പോൾ ഞാൻ തുണിയെടുത്ത് മാറ്റാൻ നോക്കിയിരുന്നു അവൻ അതിൽ കയറിയിരിക്കാൻ വേണ്ടി. മുന്നേ ഈ ശീലമില്ലായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലെ വ്ളോഗിൽ ഞാൻ കാണിച്ചപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, പാക്ക് ചെയ്യുന്ന വ്ളോഗിൽ. അവിടെ അലമാരി കയറിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ ശീലമാണ്. ഇപ്പോൾ ഇങ്ങനെ അലമാരി കയറിയിരിക്കണം. ഇവിടെ അത്രയും ഇങ്ങനെ തുണി വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ തുണി മാറ്റിയപ്പോഴത്തേക്ക് അവൻ അതിൽ കയറിയിരിക്കാനായി. സൈഡിൽ നമ്മുടെ ചോട്ടയുടെ വക ഹെൽപ്പിംഗ് ഉണ്ട് കേട്ടോ. ഹെൽപ്പിംഗ് എന്നല്ല, ഞാൻ കുറച്ച് മടക്കി വെച്ച തുണിയൊക്കെ ഉണ്ടായിരുന്നു. അത് അവളുടെ രീതിയിൽ അവൾ മൊത്തം അങ്ങോട്ട് നിവർത്തി വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ അവളുടെ ടോയ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് പേടിയെന്ന് വെച്ചാൽ ഞാൻ ഡയപ്പർ ഇടിച്ചിട്ടൊന്നുമില്ല. പകൽ ഞാൻ അവളെ ഡയപ്പർ ഇടിക്കാറില്ല. അവൾക്ക് ഇച്ചിരി ഡയപ്പർ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ല തുണിയൊക്കെയാണല്ലോ മടക്കാനാക്കി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലെങ്ങാനും അവൾ ശുശുക്കോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യും. എനിക്ക് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാനാട്ടോ ഇഷ്ടം. ഡ്രസ്സും ഇങ്ങനെ ഷർട്ടൊക്കെ. പക്ഷേ അതിനുള്ള സ്പേസ് ഈ വാർഡ്രോബിനകത്തില്ല. അപ്പോൾ ഇസുയുടെ ഡ്രസ്സൊക്കെ ഞാനിങ്ങനെ കുഞ്ഞ് ഹാങ്ങേഴ്സ് വാങ്ങിയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ കയ്യിലൊക്കെ ചെറിയ ചെറിയ ഈ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോഴത്തേക്കും, പിള്ളേരുടെ ഡ്രസ്സ് വാങ്ങുമ്പോഴത്തേക്കും കിട്ടുന്ന ഹാങ്ങേഴ്സ് ഉണ്ടല്ലോ, അതാട്ടോ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ചധികം ഡ്രസ്സൊക്കെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ എല്ലാം ഇടാനുള്ളൊരു പിന്നെ ആ വലിയ ഹാങ്ങർ ഇടുമ്പോഴത്തേക്കും അത് അത്ര രസമില്ല. അപ്പം ഞാനിങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നും കണ്ടായി കുഞ്ഞു കുഞ്ഞ് ഹാങ്ങേഴ്സ് വാങ്ങിച്ചത്. എന്നിട്ട് അവളുടെ ഡ്രസ്സെല്ലാം ഞാനിങ്ങനെ ഹാങ് ചെയ്തിടും കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാൻ. ഇവർ രണ്ടാളും ഒന്ന് റൂമിന് പുറത്ത് പോയ സമയം കൊണ്ട് ഞാൻ ആ വാർഡ്രോബ് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സെക്ഷനിൽ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഏകദേശം എല്ലാം മടങ്ങി ഒതുങ്ങി ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ അത്ര പണിയില്ലായിരുന്നു. അതുകൊണ്ട് ആ വാർഡ്രോബിൻ്റെ കാര്യം വേഗം ഞാൻ ചെയ്തു തീർത്തു അവർ വരുന്നതിന് മുന്നേ. പിന്നെ ദിവസം അവിടെ നിന്ന് കുറച്ച് ബഹളമായപ്പോഴത്തേക്കും ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നേ. അങ്ങനെ എല്ലായിടത്തും ഉള്ള പോലെ എൻ്റെ റൂമിലുണ്ട് കേട്ടോ ഒരു ചെയർ. ഇത് ഞാൻ തുണിയെല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ട് നേരെ ഇവിടെ കൊണ്ടുപോയിടും. പിന്നെ എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാനിങ്ങനെ മടക്കി വയ്ക്കുവേ. ഇന്ന് അതുപോലെ രാവിലെ അലക്കിയത് ഉണങ്ങിയെടുത്ത് ഇവിടെ കൊണ്ടിട്ട ഡ്രസ്സുകളാണ് കേട്ടോ. എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ക്ലീൻ ചെയ്യല്ലേ, അപ്പോൾ അതിന് കൂടെ ഇതായിക്കോട്ടെ വിചാരിച്ചിട്ട് അവിടെ തന്നെ ഇട്ടതാട്ടെ. ഇത് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയും കാര്യം ഉണ്ടായിരുന്നു എനിക്ക് ചെയ്തു തീർക്കാനായിട്ടെന്ന്. എന്നാലും ഞാൻ ശരിക്കും പറഞ്ഞാൽ 2:30 തുടങ്ങിയ പണി ഞാൻ തീർത്തത് 4:15 കേട്ടോ. ഒറ്റയ്ക്കായിരുന്നു ഞാൻ പെട്ടെന്ന് തീർത്തേനെ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് താമസം ഉണ്ടായിരുന്നു. അതും കൂടെ പറയണമല്ലോ, എല്ലാം കൂടെ പിള്ളേരുടെ മേത്തോട്ടിട്ടാൽ ശരിയാവത്തില്ലല്ലോ. രസം അതല്ല, ഒരു ഭാഗത്തുനിന്ന് ഞാൻ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും മറുഭാഗത്തുനിന്ന് രണ്ടും കൂടി അതെങ്ങനെയെങ്കിലുമൊക്കെ വൃത്തികേടാക്കിയിടും. ഞാൻ ഈ ടോയ്സൊക്കെ ഞാൻ എടുത്തു വെച്ചതായിരുന്നേ. അതാ പിന്നെ ഞാൻ നോക്കുമ്പോൾ എല്ലാം വീണ്ടും നിലത്തും കട്ടിലയിലൊക്കെ ആക്കി എടുത്തിട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതെല്ലാം കൂടി ഒരു കവറിലിട്ടിട്ട് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ ടോയ്സും ഞാൻ അങ്ങനെ കൊടുക്കില്ല. ഞാൻ കുറച്ചെടുത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കും. എന്നിട്ട് കുറച്ച് മാത്രം അവർക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കും. പിന്നെ ഒരു 2 ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന ടോയ്സ് മാറ്റിയിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ച ടോയ്സ് കൊടുക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് പുതിയ ടോയ്സൊക്കെ കിട്ടിയ ആ ഒരു ഫീലിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാണ്ട് കുറച്ച് ദിവസം അങ്ങ് കളിച്ചുകൊണ്ടിരുന്നോളൂ.
ഞാനെൻ്റെ കുറച്ച് തുണി കാണുന്നില്ലെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുമായിരുന്നു. നോക്കുമ്പോൾ ഇത് അവൻ്റെ വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പല സാധനങ്ങളും കാണാതിരിക്കുമ്പോൾ ഞാൻ ആദ്യം പോയി അന്വേഷിക്കുന്നത് ഇവൻ്റെ ഈ വണ്ടിക്കകത്തോ കേട്ടോ. മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ പല സാധനങ്ങളും കാണില്ല, സ്പൂണ്, കത്തി ഒന്നും കാണില്ല. അതെല്ലാം ഞങ്ങൾ തപ്പിയെടുക്കുന്ന ഇവൻ്റെ വണ്ടിക്കകത്തോ കേട്ടോ. എപ്പോഴും ഇവിടെ കൊണ്ടിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് അടുക്കളയിലായിട്ട് ഇങ്ങനെ വണ്ടിയും കൊണ്ട് വരും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകും, വണ്ടിക്കകത്തോട്ട് പോകും. പിന്നെ ഒന്നും കാണുന്നില്ല, നമ്മളിങ്ങനെ പോയി അന്വേഷിച്ച് തപ്പി അതിൻ്റെ വണ്ടിയിൽ നിന്ന് കണ്ടുപിടിക്കും. പിന്നെ അത്യാവശ്യം ചുക്കിരി വില ഉണ്ടായിരുന്നു കേട്ടോ റൂമിൽ. ഇവിടെ പെട്ടെന്ന് ചുക്കിരി മേടിക്കും. മറ്റേ ഒരു എട്ടുകാലി ഉണ്ടല്ലോ, വലിയ ഉപദ്രവിക്കാത്ത ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന എട്ടുകാലി, ആ എട്ടുകാലി കേട്ടോ കൂടുതലുള്ള. അത് പെട്ടെന്ന് ചുക്കിരി പിടിപ്പിക്കും. പിന്നെയും വരും. ഇപ്പോൾ തൂത്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ആവുമേ. അപ്പം അതുകൊണ്ട് എത്ര തൂത്താലും പിന്നെ ആയിക്കൊണ്ടിരിക്കും. പിള്ളേരെ മാറ്റിയിട്ട് തൂക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇവർ പോവണ്ടേ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 2 പേരും പുറകെ നിൽക്കും. 2 പേരെന്ന് പറഞ്ഞാൽ 2 പേര് നിൽക്കും കേട്ടോ. ഇപ്പോൾ ലൂക്ക് എന്ത് ചെയ്യുന്നോ എന്ത് പറയുന്നോ അതുപോലെ തന്നെ ഇസുവും ചെയ്യും. ചെറുതാണെന്ന് വിചാരിക്കണ്ട, അവൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും. അവനിപ്പോൾ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ് പറഞ്ഞാലും ഏകദേശം രീതിയിൽ അവളും അത് ഒപ്പിച്ചെടുക്കും കേട്ടോ. പിന്നെ ഞാൻ സീലിംഗ് ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോഴത്തേക്ക് ഞാൻ വേഗം കയറി ക്ലീൻ ചെയ്ത, ഇല്ലേ അവർക്കും കയറണം എന്ന് പറഞ്ഞ് പിന്നെ ബഹളം ഉണ്ടാക്കുക. അപ്പോൾ അതാട്ടോ ഇത്രയും പൊടിയൊക്കെ. പിന്നെ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഫാൻ ഇട്ടപ്പോഴത്തേക്ക് നല്ല കാറ്റ് കിട്ടിയിട്ടോ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല പൊടിയൊക്കെ ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് കാറ്റ് ഭയങ്കര കുറവ് കിട്ടുന്നത്. ഇപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കാറ്റായിരുന്നേ. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. എനിക്ക് ഇവിടെ നിലമൊക്കെ തുടയ്ക്കണം എന്നുണ്ടായിരുന്നു. അതിനുള്ള പവറില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടയ്ക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴല്ലേ കംപ്ലീറ്റ് ആവത്തുള്ളൂ. പക്ഷെ അതിനുള്ള സ്റ്റാമിന ഇല്ലായിരുന്നു. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടില്ല, ഒക്കെ വേർതിരിക്കുന്നു. ഞാൻ മടുത്തു പോയി. അപ്പോഴത്തേക്ക് എനിക്ക് ഈ ബെഡ്ഷീറ്റും കൂടെ ഒന്ന് വിരിച്ചിടണമെന്നുണ്ട്. ഇവർ രണ്ടുപേരും സമ്മതിക്കുന്നില്ല. രൂക്കാണ് അതിൻ്റെ മുകളിൽ കയറണം എന്ന് പറഞ്ഞ് ബഹളമൊക്കെ ആയിരുന്നു. കളിയാണ്. അപ്പോൾ പിന്നെ ഞാൻ വേഗം വഴക്കെല്ലാം പറഞ്ഞ് അങ്ങ് മാറ്റി നിർത്തി വേഗം അങ്ങോട്ട് ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ചാട്ടവും തുള്ളലെല്ലാം കൂടെ ഉണ്ട്. അത് കാണുമ്പോൾ എനിക്ക് സങ്കടമാവും. ഞാൻ നല്ല ക്ലീനാക്കി വെക്കുന്ന ബെഡ്ഷീറ്റായിരിക്കും ഇവർ 2 പേരും കൂടെ ഇരുന്ന് അലമ്പാക്കി കളി. ബെഡ്ഷീറ്റൊക്കെ എനിക്കിങ്ങനെ ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാനാട്ടോ ഇഷ്ടം. ഇങ്ങനെ ഡാർക്ക് കളേഴ്സ് ബെഡ്ഷീറ്റിൽ വരുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ പിള്ളേരുള്ളപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് കളറാണ് നല്ലത്. ഇതിലൊക്കെ പോയി വന്ന് ചെളിയൊക്കെ ആക്കും, എന്തെങ്കിലുമൊക്കെ കൊണ്ട് അവിടെ തേച്ച് വയ്ക്കും. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ വൈറ്റ് ബെഡ്ഷീറ്റാട്ടോ വിരിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് ഇങ്ങനെ വിരിച്ചിരിക്കുന്നത്. പക്ഷേ എന്താ പ്രശ്നം എന്നാൽ ഇവർ സ്കെച്ച് പെന്ന് ഇതെല്ലാം കൊണ്ട് വരയ്ക്കും, ഫുഡ് എന്തെങ്കിലും കൊണ്ടുവന്നാക്കും. അങ്ങനെ 2 ദിവസം കൂടുമ്പോൾ എനിക്ക് എങ്ങനെയാണ് വൈറ്റ് ബെഡ്ഷീറ്റ് വിരിച്ച് അലക്കേണ്ടി വരും. ക്ലീനിങ് കഴിഞ്ഞോടെ എനിക്ക് ആ റൂമിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഇവർ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം കേട്ടോ ഞാൻ എടുക്കുന്നത്. അത്യാവശ്യം നീറ്റായിട്ടില്ലേ, എങ്ങനെയൊക്കെ ഒപ്പിച്ചു. ഇനിയൊന്ന് നാളെ ഇതൊന്ന് തുടച്ചും കൂടെ ഇടണം. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലീനിങ് വീഡിയോ ഇഷ്ടമാണ് പറയണേ. ഓക്കെ, ബൈ.